ആളൊഴിഞ്ഞൊരു ദ്വീപ്. നമുക്ക് ഭക്ഷണത്തിനായിട്ട് ആകെയുള്ളത് ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള പാചകം ചെയ്തിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കണം. ചുറ്റും കടല്, നമുക്ക് കൂട്ടിന് ആരുമില്ല. നമ്മള് ഒരു കടലിന്റെ ഇടയിൽ ദ്വീപിൽ അകപ്പെട്ടു. നമ്മളിപ്പോ ആ ഒരു ദ്വീപിക്ക് അങ്ങനെ പെട്ടാൽ നമ്മൾ ആ സന്ദർഭത്തെ മറികടക്കാൻ നോക്കും. അങ്ങനെ മറികടന്ന് വന്ന ഒരാളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ, ഇന്നത്തെ പുസ്തകത്തിൽ പറയുന്നത്. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പുസ്തകത്തിലേക്ക് കടക്കാം. പുസ്തകത്തിന്റെ പേര് റോബിൻസൺ ക്രൂസോ എന്നാണ്. ഡാനിയൽ ഡിഫോ രചിച്ച റോബിൻസൺ ക്രൂസോ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് MN ഗോവിന്ദൻ നായരാണ്. ആ പരിഭാഷപ്പെടുത്തിയതാണ് എൻ്റെ അടുത്ത് ഞാൻ ഇപ്പൊ വായിച്ചു തന്നിരിക്കുന്നത്. ഒരാള് ഒരു ദ്വീപില് ഒറ്റയ്ക്ക് പെടുക എന്നുള്ളത് ഓർക്കുമ്പോ തന്നെ നമുക്കൊരു ഇതല്ലേ. ആടുജീവിതമൊക്കെ കണ്ടൊരുക്കായ അത് നമുക്ക് കാണുമ്പോ തന്നെ ഒരു വിഷമവും ഇത് ഇങ്ങനൊക്കെ നമ്മള് പെട്ട എന്താ അവസ്ഥ എന്നൊക്കെ ആലോചിക്കില്ലേ. അപ്പൊ ശരിക്കും ഇത് ഇങ്ങനത്തെ പ്രതിസന്ധികള് മറികടന്ന ആൾക്കാരൊക്കെ എന്തായിരിക്കും, അവർക്ക് വളരെ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ആ ജീവിതം കഴിച്ചു കൂടിയിട്ടുണ്ടാവുക. അതേപോലെ തന്നെയാണ് റോബിൻസൺ ക്രൂസോയും. റോബിൻസൺ ക്രൂസോക്ക് ഒരുപാട് ദൂരം കടലിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നെ ഒരു കടൽ യാത്രയില് റോബിൻസൺ ക്രൂസോ ഒരു ദ്വീപിൽ പെടുകയാണ്. കടല് തിരയിളകി അടിച്ച് മറിഞ്ഞ് ഒരു ദ്വീപിൽ പെടുകയാണ്. അങ്ങനെ റോബിൻസൺ ക്രൂസോ ആദ്യം ഒറ്റയ്ക്കായെങ്കിലും റോബിൻസൺ ക്രൂസോക്ക് കൂട്ടുകാരായിട്ട് കുറച്ചധികം പേര് ആ ദ്വീപിലേക്ക് വരികയാണ്. അത് ആരാണെന്ന് നിങ്ങൾ തന്നെ വായിച്ചു നോക്കിയിട്ട് പറയണം, ഞാൻ പറയുന്നില്ല. ഈ പുസ്തകം വളരെ നല്ലൊരു പുസ്തകമാണ്. നമുക്കിത് വായിക്കുമ്പോൾ ബോർ അടിക്കില്ല. ഇത് എങ്ങനെയാണ് റോബിൻസൺ ക്രൂസോ ആ ജീവിതം കഴിച്ചു കൂടിയിട്ട് എന്നുള്ളത് നമുക്കറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിത് പെട്ടെന്ന് വായിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കും. കുട്ടികളുടെ പ്രിയങ്കരനായ ഇതിഹാസ നായകനാണ് റോബിൻസൺ ക്രൂസോ. നാടകീയ സംഭവങ്ങളിലൂടെ ഇതളഴിയുന്ന ആ വീരനായകന്റെ അനുഭവ കഥ കുട്ടികൾ അത്ഭുതത്തോടെയാണ് ആസ്വദിക്കുന്നത്. ബാലസാഹിത്യ മേഖലയിൽ പ്രതിഷ്ഠ നേടിയ ശ്രീ MN ഗോവിന്ദൻ നായർ കുട്ടികൾക്കായി റോബിൻസൺ ക്രൂസോയുടെ വീരസാഹസിക കഥകൾ അവതരിപ്പിക്കുകയാണ് ഈ ഗ്രന്ഥത്തിൽ. നാഷണൽ ബുക്ക് സ്റ്റാൾ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന് വെറും 24 പേജുകളാണുള്ളത്. ഈ പുസ്തകത്തിന്റെ വില 20 രൂപയാണ്. എല്ലാ കൂട്ടുകാരും ഈ പുസ്തകം വായിച്ചു നോക്കുക. താങ്ക് യു.